ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ ഓയിൽ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കി ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റുന്നു. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു സെൽഫ് വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻറ്റ് കാണിച്ചത്. അപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ഒരു ആർമേച്ചർ ബ്രഷ് വരുന്ന ഭാഗമാണത്, ഒരു യൂണിറ്റാണത്. അപ്പോൾ അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ഒരു പോർഷനാണത്. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. ഇത് നമ്മൾ മാറ്റിയിട്ട് പുതിയതൊന്ന് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പുതിയത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി സെൽഫ് അടിച്ചപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആവുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു യൂണിറ്റിൻ്റെ അതിൻ്റെ കാർബൺ വരുന്ന ഒരു യൂണിറ്റാണത്. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. റിപ്പീറ്റും ഈ കംപ്ലയിൻറ്റിനെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ ഫുള്ളായിട്ട് സെറ്റടക്കം മാറ്റേണ്ടി വരും. മോട്ടർ മാറ്റുകയാണെങ്കിൽ നമുക്ക് 2000 രൂപ അടുത്ത് മോട്ടർ വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി കേട്ടോ. അതൊന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ തന്നെ അതിൻ്റെ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്ത് പോകേണ്ടി നമ്മൾ. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.99 അത്യാവശ്യം വോൾട്ടൊക്കെ മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് ഇത് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാനോ. ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് അത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറയുന്നത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിനിലുള്ള ആകെയുള്ള ഓയിലാണിത്. ഒരു 100 മില്ലി ഓയിൽ തേച്ചല്ലോ, 100 മില്ലി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫുള്ളായിട്ട് മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിൽ ചെക്ക് ചെയ്യണം. നമ്മളൊരു 1000 കിലോമീറ്റർ കഴിയുമ്പോഴോ അല്ല അതുപോലെ ഒരു മാസം കഴിയുമ്പോൾ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓയിൽ കുറഞ്ഞു കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓയിലും കൂടി മാറ്റുന്നൊരു എസ്റ്റിമേറ്റ് പറയാം. ഓയിൽ അതുപോലെ സെൽഫ് മോട്ടറിൻ്റെ യൂണിറ്റ് അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നമ്മുടെ സർവീസ് ചാർജ് എല്ലാം കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.